നമസ്കാരം. ഞാൻ ശശികുമാർ തിരുമുല്ലവാരം. ഇതെൻ്റെ 240ാമത്തെ എപ്പിസോഡാണ്. 240ാമത്തെ. ഇതിൽ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് എന്തുകൊണ്ടാണ് ഈ കലിയുഗത്തിൽ കുട്ടികൾ അച്ഛനമ്മമാരെ അവഗണിക്കുന്നതും അവരെ നോക്കാത്തതും എന്തുകൊണ്ടാണെന്നാണ് ഞാൻ അന്വേഷിക്കുന്നത്. അതായത് പ്രധാനമായിട്ട് ഹിന്ദു പുരാണങ്ങൾ പറയുന്നത് കലിയുഗത്തിൽ അവിവേകം, ധാർമ്മിക ച്യുതി, പരമ്പരാഗത മൂല്യങ്ങളെപ്പറ്റിയുള്ള അറിവില്ലായ്മ ഇവയൊക്കെയാണ് അതിനൊരു പ്രധാന കാരണമായിട്ട് പറയുന്നത്. അതറിയാത്തതുകൊണ്ടാണ് ഈ കുട്ടികൾ അവരുടെ അച്ഛനമ്മമാരെ അമ്പലങ്ങളുടെ നടയിലും പിന്നെ ഈ അഗതി മന്ദിരങ്ങളിലൊക്കെ ഉണ്ടാക്കുന്നതെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അവരുടെ അറിവില്ലായ്മ കൊണ്ടാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. രണ്ടാമതായിട്ട് ഈ പണത്തിനോടുള്ള ആർത്തിയുള്ള മക്കളുണ്ട്. അവർക്ക് അച്ഛനമ്മമാർ നോക്കണേ കാശിലുമില്ലേ. അപ്പോൾ അതൊന്നും ചെയ്യാതെ ആ കാശൊക്കെ സമ്പാദിക്കാൻ വേണ്ടി അങ്ങനെ ആർത്തിയുള്ളവർ ആർത്തപരന്മാരെന്നാണ് പറയുന്നത്. അങ്ങനെ ആർത്തപരന്മാരായ മക്കൾ അച്ഛനമ്മമാരെ നോക്കത്തില്ല. അവരുടെ കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കാതെ പിന്നെ അവരെ എവിടെയെങ്കിലും കൊണ്ടുവന്ന് അഗതി മന്ദിരത്തിലോ അല്ലെങ്കിൽ അമ്പലത്തിലോ നടയിലോ തള്ളുമെന്നാണ് ഇപ്പോഴത്തെ കലിയുഗത്തിൽ ഇങ്ങനെ കലിയുഗത്തിലുള്ള കുട്ടികളെ പറ്റി പറയുന്നത്. പിന്നെ മൂന്നാമതായിട്ട് ഈ മക്കളൊക്കെ മറ്റ് നഗരങ്ങളിലേക്കാണല്ലോ പോകുന്നത്. പിന്നെ ഈ കാലഘട്ടത്തിൽ കൂടുതലും മക്കളൊക്കെ പിന്നെ അടുത്ത നഗരങ്ങളിലൊക്കെ പോയി താമസിക്കുകയും പിന്നെ ദൂരെ അച്ഛനമ്മയൊക്കെ വളരെ ദൂരെ താമസിക്കുന്നതുകൊണ്ട് അതും ഒരു കാരണമായിട്ട് പറയുന്നുണ്ട്. അതുകൊണ്ട് അവർക്ക് അച്ഛനമ്മയെ നോക്കാനുള്ള അല്ലെങ്കിൽ കൊണ്ടുപോകാനുള്ള സാഹചര്യം ഇല്ലാത്തതുകൊണ്ടും അങ്ങനെ നോക്കാതിരിക്കുന്നു എന്ന് പറയുന്നുണ്ട്. ഇനി ഹിന്ദു പുരാണങ്ങളിൽ പറഞ്ഞിരിക്കുന്നത് അച്ഛനമ്മമാരുടെ ശാപം ഒരിക്കലും പരിഹാരം കിട്ടാത്തൊരു മഹാപാപമാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. മാത്രമല്ല അവരുടെ ഭാവി തലമുറയെ പോലും ബാധിക്കും. ഇപ്പം നമ്മുടെ അച്ഛനമ്മയെ നമ്മൾ നോക്കിയിട്ടില്ലെങ്കിൽ നമ്മുടെ അടുത്തടുത്ത് വരാൻ പോകുന്ന തലമുറകളിൽ 7 തലമുറയെന്നാണ് പറഞ്ഞിരിക്കുന്നത്. വരാൻ പോകുന്ന ഭാവി തലമുറയെ മുഴുവൻ അത് ബാധിക്കുന്നു, ആ ദോഷം ബാധിക്കുമെന്നാണ് പുരാണങ്ങളിലൊക്കെ പറഞ്ഞിരിക്കുന്നത്. ഇനി നാലാമതായിട്ട് പറയുന്നത് ഈ ഗുരുക്കന്മാരുടെ കയ്യിൽ നിന്നോ പുരാണങ്ങളിൽ നിന്നോ ഇതൊന്നും മനസ്സിലാക്കാനുള്ള സമയമൊന്നും ഇപ്പോഴത്തെ ആളുകൾക്കില്ല. ഇവർക്കെല്ലാം വളരെ ഈ പറഞ്ഞ മോഡേണായിട്ടുള്ള കാര്യങ്ങളും മറ്റു കാര്യങ്ങളൊക്കെ അല്ലാതെ പുരാണങ്ങളെ പറ്റിയോ അല്ലെങ്കിൽ ഗുരുക്കന്മാരെ പറ്റിയോ ഒന്നും ചിന്തിക്കുകയോ ഒന്നും ചെയ്യുന്നില്ല. അതുകൊണ്ട് അതും ഒരു പോരായികയായിട്ടാണ് പറയുന്നത് ഇപ്പോഴത്തെ കലിയുഗത്തിൽ. ഇനി ഇത്തരത്തിലുള്ള പിതൃക്കളെ കഷ്ടപ്പെടുത്തിയവരിൽ നിന്ന് ഒരു തരത്തിലുള്ള ആശ്വാസം കിട്ടാൻ വേണ്ടി ദിവസവും ജലതർപ്പണം, അതായത് കുളിക്കുമ്പോഴൊക്കെ നമുക്ക് കയ്യിൽ വെള്ളം കോരി ഇങ്ങനെ പിതൃവേ നമഃ എന്നും പറഞ്ഞ് 3 തവണ ചെയ്യുന്നത് ഒരു പരിഹാര മാർഗ്ഗമെന്നാണ് പറഞ്ഞത്. പിതൃ തർപ്പണം എന്ന് പറയും അതിന്. പിന്നെ മഹാമൃത്യുഞ്ജയ മന്ത്രം ദിവസം 3 നേരം പുരുഷന്മാരും സ്ത്രീകൾക്കും ചൊല്ലാവുന്ന ദിവസങ്ങളിൽ സ്ത്രീകളും ചൊല്ലുന്നത് നല്ലതാണെന്ന് പറയുന്നുണ്ട്. പിന്നെ ഒരു പരിഹാരം പറയുന്നത് എല്ലാ വ്യാഴാഴ്ചയും വ്രതമായിട്ട് പുരുഷന്മാർ എല്ലാ വ്യാഴാഴ്ചയും എടുക്കണം, സ്ത്രീകൾ മാസത്തിൽ 3 വ്യാഴാഴ്ചയെങ്കിലും എടുക്കണം. അങ്ങനെ പിതൃക്കളെ നോക്കാൻ പറ്റാതൊക്കെ അവർ മരിച്ചു പോയിട്ടുണ്ടെങ്കിൽ അങ്ങനെയുള്ള ആളുകൾ ചെയ്യേണ്ട കാര്യമാണ് ഈ പിതൃതർപ്പണം, വ്യാഴാഴ്ച വ്രതമൊക്കെ. എന്നാൽ അവരുടെ ആ ചെയ്തു പോയ തെറ്റിൻ്റെ അല്ലെങ്കിൽ പാപത്തിൻ്റെ ഒരു പരിധി വരെ അവർക്ക് ആശ്വാസം കിട്ടുന്നതാണ്. ഇനിയുള്ള കാലത്ത് ചെയ്യാനുള്ളത് മാതാപിതാക്കളെ സംരക്ഷിക്കുന്നതിനെ പറ്റിയുള്ള ബോധവൽക്കരണം. അത് അത്യാവശ്യമായിട്ടുള്ളൊരു കാര്യമാണ്. ബോധവൽക്കരണം, അതുപോലെ അവരുടെ സംരക്ഷണത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നതും ശാപമോക്ഷം കിട്ടാനുള്ള ചില മാർഗങ്ങളിൽ ഒന്നായിട്ടാണ് കണ്ടുവരുന്നത്. പിന്നെ പുരാണങ്ങളനുസരിച്ച് 5 മഹാദോഷങ്ങളിൽ ഒന്നാണ് ഈ ലഹരിയുടെ ഉപയോഗം. ഒരു കാരണവശാലും ലഹരി ഉപയോഗിക്കരുതെന്നാണ് പുരാണങ്ങളെല്ലാം പറഞ്ഞിരിക്കുന്നത്. അതുപോലെ പിതൃദോഷം ഒഴിവാക്കിയില്ലെങ്കിൽ അവർക്ക് ഒരിക്കലും മോക്ഷം ലഭിക്കത്തില്ലെന്നും പറയുന്നുണ്ട്. എല്ലാ പുരാണങ്ങളിലും അത് പറയുന്നുണ്ട്. പിന്നെ ആത്മാർത്ഥമായ പശ്ചാത്താപം കൊണ്ടും അന്നദാനം നടത്തിയും ഈ പിതൃദോഷം ഒരു പരിധി വരെ പരിഹരിക്കാൻ പറ്റുമെന്നും പുരാണങ്ങളിൽ പറയുന്നുണ്ട്. ഇത്രയും കാര്യങ്ങളായി എനിക്ക് പറയാനുള്ളത്. നന്ദി, നമസ്കാരം.